എവറി വൺ. അങ്ങനെ ഈവനിങ് ആയിട്ട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഷോപ്പിങ്ങിലേക്ക് ഇറങ്ങിയിട്ട് അതിലൊരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി, പിന്നെ പ്രിൻ്റ് എടുക്കാനും ഉണ്ടായി. അവിടെ നിന്ന് പ്രിൻറ്റും എടുത്തിട്ട് ഇറങ്ങിയിട്ട് നേരെ ക്രാഫ്റ്റ് ഷോപ്പിൽ പോയി അവിടെ നിന്ന് ചാർട്ട് വാങ്ങി. അതുപോലെ നമ്മളെ ക്യാൻഡിലിൻ്റെ പ്രൊഡക്റ്റും അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. അതിനുശേഷം ഒരു മിനി ബൊക്കെ ആക്കാനുണ്ടായിരുന്നു. അപ്പം ഫ്ലവർ ഷോപ്പിൽ പോയിട്ട് അങ്ങനെ ഫ്ലവർ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് ഫ്ലവറും വാങ്ങി ഓട്ടയും പിടിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ വീട്ടിലെത്തിയപാട് വർക്കിലേക്ക് ഇറങ്ങി. വർക്ക് എന്ന് പറയുന്നത് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഫോട്ടോ വെച്ചിട്ട് ചാർട്ടിൽ ചെയ്യേണ്ടത്. അപ്പം റെഫറൻസ് ആയിട്ടൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. അതിനിട്ട് അതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അങ്ങനെ പിറ്റേന്ന് തന്നെ കൊടുക്കേണ്ടതുമാണ്. സോ അത് ലേറ്റ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയപാട് തന്നെ വർക്കിലേക്ക് ഇറങ്ങി. അങ്ങനെ ഫോട്ടോസൊക്കെ കട്ട് ചെയ്തു. അതാണ് ഏറ്റവും വലിയ പണി. സോ അങ്ങനെ ഫോട്ടോസൊക്കെ ആദ്യം എല്ലാം കട്ട് ചെയ്ത് വെച്ച്, ഞാനിപ്പോൾ എന്ത് വർക്ക് കിട്ടിക്കഴിഞ്ഞാലും ആദ്യം അതിൽ എന്തെങ്കിലും ഇങ്ങനത്തെ മുറിക്കേണ്ടതോ അങ്ങനത്തെ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ അതാണ് ചെയ്ത് വെക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ബർത്ത്ഡേസോ ഓർ അതർ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണ്ട ഗിഫ്റ്റസൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. Next, let's unbox the seashell candle of our Candela's product. സോ അത് നമ്മുടെ ഷോപ്പിലിപ്പോൾ അവൈലബിൾ ആണ്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഓർഡർ ചെയ്യാം. ഇത് മാത്രമല്ല, പിന്നെ പല കൈൻഡ് ഓഫ് ഷേപ്സ് വരുന്നതുണ്ട്. ഹാർട്ടിൻ്റെ ഷേപ്പ് വരുന്നതും അല്ലാണ്ടും 2-3 ഷേപ്പ്, അതുപോലെ ജാറിൽ കസ്റ്റമൈസ്ഡ് ചെയ്യുന്നതും അവൈലബിൾ ആണ്. സോ ഇഫ് യു വാണ്ട് ടു ഗിഫ്റ്റ് സം വൺ, യു ക്യാൻ ബൈ ഇറ്റ്. ഓർ നിങ്ങളെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം ഫോർ എ ലുക്ക്. അങ്ങനെ ഫോട്ടോസിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊന്ന് സെറ്റാക്കണം. വളവ് വരുന്നതുകൊണ്ട് തന്നെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് വേണം ചാർട്ടിലേക്ക് അതിന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി അവിടെ വെച്ചിട്ട്, ചാർട്ട് ഓൾറെഡി ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പം അതിന് സെൻറ്ററും പിന്നെ ബോത്ത് സൈഡായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയാണ്. സെൻറ്ററിൻ്റെ അപ്പറിൽ 3 ഫോട്ടോസ് ഒട്ടിച്ചിട്ട്, ആ ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം താഴെ ഹാപ്പി ബർത്ത്ഡേ എഴുതി, പെൻസിൽ എഴുതി, എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, കളർ ചെയ്യും. അക്രിലിക് കളർ വാട്ടർ ആഡ് ചെയ്തിട്ട് അത് ഞാനിങ്ങനെ ആദ്യം ലൈറ്റായിട്ട് ബേസായിട്ട്, പിന്നെ രണ്ടാമതായിട്ട് എല്ലാം ഫോട്ടോസൊക്കെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ആ ഹാപ്പി ബർത്ത്ഡേയിൽ ഒന്നുകൂടി വാട്ടർ കളർ ചെയ്യും. പിന്നെ ഫൈനലായിട്ട് ലിപ് സിമ്പിൾ വരാൻ വേണ്ടി കവറിലും കൊടുക്കും. പിന്നെ ഉള്ളിൽ 2 സൈഡിൽ അവിടെയും എന്തെങ്കിലും ലിപ്പ് ചെയ്യും. അതിന് ശേഷം ബോ ഫിറ്റ് ചെയ്യും. അങ്ങനെ അതെല്ലാം ചെയ്തതിന് ശേഷം ബൊക്കെ ആക്കാൻ ഇറങ്ങി. അപ്പം ഫ്ലവറും പിന്നെ അതിൻ്റെ കവർ ഷീറ്റും അത് വെച്ചിട്ട് ബൊക്കെ ആക്കി. ആൻഡ് ദെൻ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ലൈറ്റ്നിങ് വെക്കാനുണ്ടായിനി. അതും കൂടി അവിടെ സ്റ്റിക്ക് ചെയ്തപ്പോൾ സാധനം റെഡിയായി.
നെക്സ്റ്റ് ഡേ ആയപ്പോൾ ഞാൻ അന്നേ പിൻട്രസ്റ്റിൽ സേവ് ചെയ്ത് വെച്ചാണ് വാളിൽ ജേണൽ ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ അതിന് വേണ്ടി പ്രിൻ്റൊക്കെ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ പ്രിൻറ്റിൽ ചെറിയൊരു ഫ്ലോപ്പ് പറ്റിയിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി കുറച്ച് സാധനം, പിന്നെ ഹാൻഡ് മെയ്ഡ് എന്ന രീതിയിൽ നമ്മൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു വാൾ ആർട്ട്, അത് അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ജേണൽ ചെയ്യുന്നവർക്ക് ഏറ്റവും എളുപ്പ വഴി എന്ന് അറിയുന്നതാണ് പ്രിൻ്റ് എടുക്കുക. ക്യാൻവയിൽ എന്ത് ചെയ്യാം, ഞാൻ പിൻട്രസ്റ്റ് നമുക്ക് വേണ്ട തീം സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പ്രിൻ്റ് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് സ്വന്തമായിട്ട് തന്നെ സ്റ്റിക്കറാണെങ്കിലും പിന്നെ ജേണലിൻ്റെ ആ ലൈൻസ് ആണെങ്കിലും നമുക്ക് കളറൊക്കെ യൂസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് വരച്ചിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ജേണൽ ചെയ്യലുണ്ട്. അങ്ങനെയും ചെയ്യാം. പിന്നെ എനിക്കങ്ങനെ ജേണലിനെ പറ്റിയിട്ട് വലിയ കാര്യമൊന്നും അങ്ങനെ വലിങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതിന് ജസ്റ്റ് ഇങ്ങനെ പിൻട്രസ്റ്റ് ഇട്ട് ഇങ്ങനെ ഒരു സിംപ്ലസ്റ്റ് ആൻഡ് ഈസി വേ ആ രീതി ഇങ്ങനെ ഫോളോ ചെയ്യുക, അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ വെച്ചാൽ ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും അവർ വെറുതെ ഇരിക്കുന്ന സമയം ഇങ്ങനെ ജേർണലിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ്സ് ആക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കുറച്ച് ക്രിയേറ്റിവിറ്റി നമുക്ക് കൊടുക്കുക. നമ്മൾ അതിലൂടെ ചെയ്യുന്നവർ നമുക്കിങ്ങനെ കുറച്ച് ഐഡിയാസും അങ്ങനെയൊക്കെ വരും.